നമ്മുടെ കൂടെ നിന്നുള്ളത് പീന മാം ആണ്. മാം മൺറാട് സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു. മാമിനൊരു ഒരുപാട് വോയിസ് ഇഷ്യൂസും ഒരുപാട് ഡിഫിക്കൽട്ടീസും എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ മാമിൻ്റെ നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് വോയിസ് ഡിഫിക്കൽട്ടീസ് മാം ഫേസ് ചെയ്തതെന്നും എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയെന്നുള്ളതും. ഓക്കെ, ഹലോ മാം. സോ വോയിസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ മാമിന് ഫസ്റ്റ് ഒരു വോയിസ് ഡിഫിക്കൽട്ടി എൻകൗണ്ടർ ചെയ്തത് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു? എനിക്കൊരു 6 month മുമ്പ് എൻ്റെ തൈറോയിഡക്ടമി ചെയ്തു. തൈറോയിഡക്ടമി ചെയ്തതിന് ശേഷമാണ് എൻ്റെ ശബ്ദം കുറഞ്ഞു പോയി. എനിക്ക് നല്ലൊരു പിച്ച് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ സ്കൂൾ തുറന്നപ്പോഴത്തേക്കിന് മൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണാൻ ഡോക്ടർ പറയുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വീണ്ടും ഞങ്ങളൊരു ENT ഡോക്ടറെ കണ്ടു. ആദ്യമേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻഡോസ്കോപ്പി എടുത്തപ്പം എൻ്റെ വോക്കൽ കോഡിൻ്റെ റൈറ്റ് സൈഡ് മൂവ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരു 2 മാസം കൂടെ വെയിറ്റ് ചെയ്ത് ഏകദേശം സർജറി കഴിഞ്ഞ് 6 month ആയപ്പോഴും ചെന്നപ്പോഴും അതേ പൊസിഷൻ തന്നെയായിരുന്നു. അന്നേരം ഡോക്ടറാണ് പറഞ്ഞത് ഒരു സ്പീച്ച് തെറാപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്പീച്ച് തെറാപ്പി ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അന്വേഷിക്കുന്നത് ഡോക്ടർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ കഞ്ഞിക്കുടിയിൽ ശ്രവണയുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് അതാണ് ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ ഒന്ന് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് അന്വേഷിച്ചു. അങ്ങനെയാണ് ഇവിടെ ഞാൻ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് അന്നേരം ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയിൽ എന്തോ ഉടക്കിയിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആ വിവരമെല്ലാം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. അങ്ങനെ സ്പീച്ച് തെറാപ്പി ആരംഭിച്ചു. അതിന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആ ഒരു ഫീലിംഗ് അങ്ങ് മാറി. തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലത്തെ ഫീലിംഗും മാറി. അതുപോലെ ബെറ്റർ ആകാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ശബ്ദം. ഇപ്പം എനിക്ക് സൈലൻ്റ് ആയിട്ട് ക്ലാസ് റൂമിലാണെങ്കിൽ മൈക്കിൻ്റെ ആവശ്യമില്ലാതെ എനിക്ക് പിള്ളേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാസ്സിൽ ക്രൗഡ് ശബ്ദം ഉണ്ടാകുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. എങ്കിലും വളരെ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തന്നിരുന്ന എക്സസൈസസ് മാമിന് അത് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഈവനിങ് ഞാൻ ചെയ്യും. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഫ്രീ ആയി കഴിയുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ടൈമൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഫോണേറ്റ് ചെയ്യുമ്പം സൗണ്ടിൻ്റെ ആ ടൈമൊക്കെ എനിക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. ദാറ്റ്സ് വണ്ടർഫുൾ. സോ വാട്ട് യു തിങ്ക്, നമ്മളൊരു ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ വോയിസ് യൂസർ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഇരിക്കുമ്പോൾ വോയിസിന് ഒരു ഡിഫിക്കൽട്ടി വന്നപ്പോൾ മാമിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ്? എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കാരണം ഞാൻ നല്ല ശബ്ദത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പെട്ടെന്ന് എനിക്കിങ്ങനെ വന്നപ്പോഴേ നമുക്ക് മെൻ്റലി നമ്മൾ എന്താ ഒരു വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പോൾ ഉടനെ തന്നെ ഞാനൊരു സൊല്യൂഷൻ മൈക്കങ്ങ് വാങ്ങിച്ച് സ്കൂൾ തുറന്നപ്പോഴേ മൈക്ക് ഉപയോഗിച്ചാണ് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയത്. അല്ലാതെ പറ്റത്തില്ലല്ലോ, നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ശരിക്കും പഠിപ്പിക്കണ്ടേ. അപ്പം അതിന് സൗണ്ട് എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു. അപ്പം വീണ്ടും മുമ്പോട്ട് ഇങ്ങനെ ആയാൽ എന്താണ്, അതുകൊണ്ട് തന്നെയാണ് തെറാപ്പി എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ദാറ്റ്സ് വണ്ടർഫുൾ. ആൻഡ് ഐ തിങ്ക് അതൊരു വൈസ് സ്റ്റെപ്പ് ആയിട്ട് മാറി അല്ലേ? സോ പലപ്പോഴും ഇങ്ങനെയാണ് നമുക്ക് ഡിഫിക്കൽട്ടി വരുന്നത്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സൊല്യൂഷൻ സീക്ക് ചെയ്യുമ്പോൾ മേ ബി ആ പസിൽ കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, സോ മേ ബി ആ ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോട് കൂടിയിട്ട് നല്ലൊരു ചേഞ്ച്. ആൻഡ് വി വെരി ഹാപ്പി. സോ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് മാമിനെ ഡിസ്ചാർജ് ചെയ്ത് നെക്സ്റ്റ് ഫേസിലേക്ക് പോവാം എന്ന് പറയുന്നത് ആസ് എ പ്രൊഫഷണൽ ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി. ആൻഡ് താങ്ക് യു ഫോർ ചൂസിങ് ശ്രവണ. ബിക്കോസ് ഞങ്ങൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് അത് അനുഭവിക്കണം അല്ല, അല്ലാതെ നമുക്ക് വി കാൻ സിംപ്ലി സീ ഇറ്റ്. സോ ആൻഡ് മോർ ദൻ ഓൾ വി ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് ഈ ഒരു നല്ല വോയിസ് വിൽ കണ്ടിന്യൂ ഫോർ എവർ. താങ്ക് യു.